بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനിലെ അമലുകൾ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. നമ്മൾ റമദാൻ മാസത്തിൽ നല്ലോണം അധ്വാനിച്ചു. നാളെ ആഖിറത്തിൽ വിജയിക്കണം എന്ന നിയത്തിൽ തന്നെ എല്ലാവരും പണിയെടുത്തു. രാത്രി ഉറക്കമൊഴിഞ്ഞ് ഇബാദത്തുകൾ ചെയ്ത് പതിവില്ലാത്ത രീതിയിൽ ഖുർആൻ അധികമായി പാരായണം ചെയ്തു. മറ്റെല്ലാ അമലുകളും ശ്രദ്ധിച്ചു. അള്ളാഹിൻ്റെ മാർഗത്തിൽ സമ്പത്തുകൾ ചിലവഴിച്ചു. ഇനി പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നാളെ ആഖിറത്തിൽ അള്ളാഹു സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ആഗ്രഹം അതാണ്. പക്ഷെ ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കാത്ത ചില സന്ദർഭങ്ങളുണ്ട്. ചില കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ ദുനിയാവിൽ ചെയ്തു വെച്ച അമലുകൾ നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടാത്ത ചില അവസ്ഥകൾ. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, സഹാബാക്കളെ ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ, നാളെ ആഖിറത്തിൽ കുറേ ഹസനാത്തുകൾ, നന്മകൾ ചെയ്തിട്ട് അതുമായിട്ടാണ് അവർ വരിക. നമ്മളെപ്പോലെ ഇങ്ങനെ ആഖിറത്തിലേക്ക് വിജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഖുർആനോത്ത്, അങ്ങനെ കുറേ അമലുകളുമായിട്ട് ഹസനാത്തുകളുമായിട്ട് അല്ലാഹുവിൻ്റെ കോടതിയിലേക്ക് ഒരു വിഭാഗം ആൾക്കാർ വരും. ഫയജഅലുഹു അല്ലാഹു ഹബാഅൻ മൻസൂറ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരാ കൊണ്ടുവന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിൽ പറത്തിക്കളയും, ഒന്നും സ്വീകരിക്കൂല. ഒരു സുബ്ഹാനല്ലാഹ് പോലും അല്ലാഹു നാളെ അവരിൽ നിന്നും സ്വീകരിക്കൂല. നിർഭാഗ്യവാന്മാരാണ്. ദുനിയാവിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടാത്തൊരു വിഭാഗം ആൾക്കാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോൾ ചുറ്റും കൂടിയിരുന്ന സഹാബാക്കൾ ചോദിച്ചു, ഒന്നാമത്തെ റസൂലെ, ആരാണവർ? സിഫ്ഹും ലനാ വജല്ലിഹിം അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അല്ലാഹുവിൻ്റെ റസൂലെ, അവരെ സംബന്ധിച്ചൊന്ന് വിശദീകരിച്ചത്. ആരാണവർ? എന്തുകൊണ്ടാണ് അവർ ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കാത്തത്? ഞങ്ങൾ അറിയാതെ അക്കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ. സഹാബത്തിൻ്റെ സ്വാഭാവികമായുള്ള പേടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും മിൻ ഇഖ്വാനിക്കും വമിൻ ജിൽദത്തിക്കും, അവർ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നവരാണ്. യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, എല്ലാ അമലുകളിലും നിങ്ങളുടെ കൂടെ അവരുണ്ട്. രാത്രി നിസ്കരിക്കാൻ അവരുണ്ട്, പകലുള്ള നോമ്പിൻ്റെ നിങ്ങളുടെ കൂടെ അവരുണ്ട്, മറ്റെല്ലാ നന്മകളിലും മുൻപന്തിയിൽ അവർ നിങ്ങളുടെ കൂടെയുണ്ട്. സഹാബത്തിന് വീണ്ടും പേടി കൂടി. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ നന്മകൾ ചെയ്യാൻ, അമലുകൾ ചെയ്യാൻ നമ്മുടെ കൂടെ അവർ പങ്കെടുത്തിട്ടുണ്ട്, എന്നിട്ടും എന്തേ അള്ളാഹു അവരുടെ സ്വീകരിക്കാത്തത്? സഹാബത്ത് വീണ്ടും ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂലെ, ഒന്നും കൂടി വിശദീകരിച്ചു, ആരാണ് അവർ? എന്തുകൊണ്ടാണ് അവർ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? അമലുകൾക്കൊന്നും യാതൊരു കുറവില്ല, നല്ലോണം ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നഹും അഖ്വാമുൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. അവർ ഒരു വിഭാഗം ആൾക്കാരാണ്. അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നിസ്കരിക്കാനോ നോമ്പോക്കാനോ മടിയല്ല, ഇബാദാത്തുകൾ ചെയ്യാൻ മടിയില്ല, നല്ലോണം ഇബാദാത്തുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇദാ ഖലൗ ബി മഹാരിമില്ലാഹി ഇൻതഹഖൂഹ,
അവരുടെ സ്വകാര്യ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കാത്തവരാണവർ, ഹറാമുകൾ ചെയ്യുന്നവരാണവർ. അവരുടെ രഹസ്യ ജീവിതം പരിശുദ്ധമായിരിക്കണം, ശുദ്ധമായിരിക്കണം. അവർ കൂട്ടത്തിലായിരിക്കുന്ന സമയത്ത് നന്മകളിലെല്ലാം നല്ല മുൻപന്തിയിലാണ്, എല്ലാ നന്മകളും അവരുണ്ട്. പക്ഷെ അവർ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്നും മാറി തൻ്റെതായ രഹസ്യ ജീവിതത്തിലേക്ക്, സ്വകാര്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആരും കാണുന്നില്ല, ഞാൻ ഒറ്റക്കാണ്. ആ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ ആഖിറത്തിൽ നമ്മുടെ ഒരു സുബ്ഹാനല്ലാഹ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയ ഒരു വിഭാഗമാണത്. അപ്പോൾ നമ്മുടെ അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ സ്വകാര്യ ജീവിതം ശുദ്ധമല്ലെങ്കിൽ, അവിടെ അള്ളാഹുവിനെ പേടിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്നൊക്കെ മാറി നമ്മുടേതായ രഹസ്യ ജീവിതത്തിലേക്ക് വരുമ്പം അവിടെ ഹറാമുകൾ ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നു, അള്ളാഹുവിനെ പേടിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ തഖ്വ അളക്കപ്പെടുന്നത്. ആരും കാണുന്നില്ല, അള്ളാഹ് മാത്രം കാണുന്നൊരവസ്ഥ. അവിടെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ തഖ്വ അളക്കപ്പെടുന്നത്. മഹാനായ നബി യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ തഖ്വ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതുപോലെ, ഖാല മഅദല്ലാഹ്, എല്ലാ സൗകര്യമുണ്ട്, ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയും സാഹചര്യങ്ങൾ ഒത്തിട്ടും ഖാല മഅദല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ പേടിക്കുന്നിട്ട് മാറി നിന്നാൽ പ്രിയപ്പെട്ടവർ, അത് തഖ്വയുടെ അങ്ങേ അറ്റത്തും അളവാണ്. അതുകൊണ്ട് രഹസ്യ ജീവിതം ശുദ്ധമാക്കുക. മഹാനായ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണം ആസന്നമായി കിടക്കാണ്, രോഗം ബാധിച്ച് കിടക്കാണ്, മരിക്കാനായി. സഹാബാക്കൾ പറഞ്ഞു, നമുക്കൊരു പകരക്കാരനെ നിശ്ചയിക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു, പറഞ്ഞു, ഞാൻ എൻ്റെ പകരക്കാരനായിട്ട് ഉമറിനെയാണ് ആലോചിക്കുന്നത്, എന്താണ് അഭിപ്രായം? സഹാബാക്കൾക്ക് പേടിയായി. ഉമർ കണിശക്കാരനാണ്, അധികാരം കിട്ടിയ ആ കണിശ അധികാരത്തിൽ കാണിക്കും, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവൂല. സഹാബാക്കൾ പേടിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് ഉമർ അള്ളാഹിനെ സംബന്ധിച്ചൊരു വാക്ക് പറഞ്ഞു, ഉമറിൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ പരിശുദ്ധമാണ്. അതൊരു ക്വാളിറ്റിയാണ്, ഒരു മുഅ്മിനുണ്ടാകേണ്ട ഏറ്റവും നല്ല സ്വഭാവമാണ്. പരസ്യമായിട്ട് എങ്ങനെയാണെങ്കിലും, പക്ഷെ രഹസ്യ ജീവിതത്തിൽ ഓൻ അള്ളാഹിനെ പേടിക്കുന്നവനാണ്, ഓൻ ശുദ്ധനാണ്. അങ്ങനെ ഒരാളെ പറ്റി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് തഖ്വയുടെ അങ്ങേ അറ്റാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മെത്തണം. സ്വയം ചിന്തിക്കണം, സ്വയം മാറണം. ആരെയും ബോധിപ്പിക്കാനില്ല. രഹസ്യ ജീവിതത്തിൽ സ്വന്തത്തിനാണ്, സ്വന്തം മനസ്സാക്ഷിയും അള്ളാഹുവാണ്. സ്വന്തം മനസ്സാക്ഷിയിൽ നന്നാവുക, അള്ളാഹുവിനെ ബോധിപ്പിക്കുക നമ്മുടെ മാനസികാവസ്ഥ. അത് ഒന്നാമത്തെ കാര്യം. രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഈ ചെയ്ത അമലുകളൊന്നും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടില്ല. രണ്ടാമത്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബാക്കളോട്, അല്ലാഹുവിൻ്റെ റസൂൽ സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയാണ്, സഹാബാക്കളെ അതദ്റൂന മനിൽ മുഫ്ലിസ്, ഒരു ചോദ്യം ഇട്ടു സഹാബാക്കൾക്ക് മുമ്പിൽ, അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മുഫ്ലിസ് എന്നാൽ ആരാണെന്നറിയോ? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ട ആൾ. എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ആൾക്കാണ് മുഫ്ലിസ് എന്ന് പറയും, പാപ്പർ എന്ന് പറയും. സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ മതാ. അല്ലാഹുവിൻ്റെ റസൂലേ, നമുക്കിടയിൽ മുഫ്ലിസ് എന്നാൽ ദിർഹമോ ദീനാറോ ദുനിയാവിൻ്റെ മറ്റുള്ള വിഭവങ്ങളോ കൈകളില്ലാത്തവനാണ്, പാപ്പരായവൻ, ഒന്നുമില്ലാത്തവൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ തിരുത്തി. അല്ല സഹാബാക്കൾ, അങ്ങനെയല്ല. അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലുള്ള, എൻ്റെ സമുദായത്തിലുള്ള മുഫ്ലിസ് എന്നാൽ മൻ യഅ്തൂന യൗമൽ ഖിയാമ, ഒരാൾ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ കോടതിയിലേക്ക് വരും ഹിസാബിന് വേണ്ടിയിട്ട്. ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, ഓൻ കൊണ്ടുവരുന്നത് കുറേ നിസ്കാരമുണ്ട്, രാത്രിയിൽ ദീർഘമായി നിസ്കരിച്ചിട്ടുണ്ട്, സദഖകളുണ്ട്, സകാത്തുണ്ട്, നോമ്പുണ്ട്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. ആ അമലുകളുമായിട്ട് അള്ളാഹിൻ്റെ കോടതിയിലേക്ക് വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ വരും. ഇതൊക്കെ അള്ളാഹിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പകരം സ്വർഗം നേടിയെടുക്കണമെന്ന ആശയിൽ ആ അടിമ അള്ളാഹിൻ്റെ കോടതിയിൽ വന്ന് നിൽക്കും, അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമയത്ത് ഫയഅതി ഹാദാ,
പരാതിക്കാർ ഓരോന്നായിട്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് വരും. ഖദ് ശതമ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ. അല്ലാഹുവേ, ഇവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ സ്വത്ത് അന്യായമായിട്ട് അപഹരിച്ചിട്ടുണ്ട്, എന്നെ വഞ്ചിച്ചിട്ടുണ്ട്, എന്നെ സംബന്ധിച്ച് അപരാധം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ പരാതികളായിട്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് ആൾക്കാർ വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരാതിക്കാർ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ കൊണ്ടുവന്ന അമലുകൾ ഫയഖുദു മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി, പരാതിക്കാർക്ക് അവരുടെ പരാതിയുടെ തോതനുസരിച്ച് ഇവൻ കൊണ്ടുവന്ന അമലുകൾ അള്ളാഹു കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ സ്വഭാവം മോശമായാൽ, നമ്മുടെ നാവിനെ നാം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ ചെയ്തു വെച്ച അമലൊക്കെ നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടേണ്ട സമയം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നാം എത്തും. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫഇൻ ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ളാ മാ അലൈഹി, അവനിക്കെതിരെയുള്ള പരാതികൾ തീരുന്നതിൻ്റെ മുമ്പ് ഇവൻ കൊണ്ടുവന്ന അമലുകൾ തീരും. ഒന്ന് ആലോചിക്കുക, പ്രതീക്ഷയോടെ വലിയ ആശയിലാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വന്നത്, ഈ അമലുകളൊക്കെ കൊടുത്ത് പകരം സ്വർഗം നേടിയെടുക്കാൻ. പക്ഷെ ആ അമലുകളൊക്കെ തീർന്നുപോയി. പക്ഷെ ഇവനിക്കെതിരെയുള്ള പരാതികൾ പിന്നെയും ബാക്കി. റസൂൽ പറഞ്ഞു, ആ ഒരു അവസ്ഥയിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാതിക്കാരുടെ തിന്മകൾ എടുക്കുകയും ഫതുരിഹത അലൈഹി, അത് ഇവന്റെ മേൽ ചാർത്തപ്പെടുകയും ചെയ്യും. നന്മകളുമായിട്ട് വന്നവൻ വലിയ തിന്മ ഭാരങ്ങളുമായിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ. പരാതിയുടെ തോതനുസരിച്ച് അവരുടെ തിന്മകൾ ഇവന് ഏൽപ്പിക്കും, ഇവന്റെ ശിക്ഷ എന്നോണം അവരുടെ തിന്മകൾ ഇവൻ പേറേണ്ടി വരും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ തുരിഹ ഫിന്നാർ, അവസാനം അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അപ്പുറം നമ്മുടെ സ്വഭാവം മോശമായാൽ ആരാനെ കുറിച്ച് ഇങ്ങനെ പറയാം, പ്രത്യേക ഒരു സുഖം, മറ്റുള്ളവരുടെ അഭിമാനത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറയരുത്. അത് ചെറിയ ആംഗ്യ ഭാഷയിലാണെങ്കിലും മറ്റൊരാളുടെ അഭിമാനത്തിന് എന്തെങ്കിലും ഒരു ശതം വരുത്തിയാൽ നാളെ ആഖിറത്തിൽ വലിയ വില നൽകേണ്ടി വരും. സ്വഭാവം മോശമാണ്, മറ്റുള്ളവരെ കുറ്റം പറയും, ഇടപാടുകളിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ല, ഇടപാടുകളിൽ ദീൻ പരിഗണിക്കുന്നില്ല, ലാഭം മാത്രം ആഗ്രഹിച്ച് മറ്റുള്ളവനെ വഞ്ചിച്ചും ചതിച്ചും പൈസ ഉണ്ടാക്കുകയാണ്, പെരുമാറ്റത്തിൽ സൂക്ഷ്മത പാലിക്കുന്നില്ല, മറ്റുള്ളവരെ കുറ്റം പറയുന്നു, അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ. പ്രിയപ്പെട്ടവരെ, അവരുടെ അമലുകൾ നാളെ ആഖിറത്തിൽ ഒന്നും ഉപകാരത്തിലുണ്ടാവും. അവിടെ ആ ഒരു മേഖലയും നാം ശ്രദ്ധിക്കുക. എന്നാലേ നാളെ ആഖിറത്തിൽ ഈ ചെയ്തതൊക്കെ നാളെ ആഖിറത്തിൽ കിട്ടൂലൂ, അല്ലെങ്കിൽ ഒന്നും കിട്ടൂല. നമ്മൾക്ക് ആരെയാണോ നമ്മൾ കുറ്റം പറഞ്ഞത്, ആരെയാണോ നമ്മൾ ആക്ഷേപിച്ചത്, അവർക്ക് ഇതൊക്കെ കൊടുക്കേണ്ടി വരും. അവസാനം നരകത്തിലേക്കും പോകേണ്ടി വരും. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, ഖൈറുകൾക്ക് മാത്രം ഇടപെടുക, മറ്റൊന്നിൽ ഇടപെടാതെ അവനവൻ്റെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കണം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സഹാബാക്കൾ മറ്റു അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാ, ഇന്ന ഫുലാന, മദീനയിൽ താമസിക്കുന്ന ഒരു പെണ്ണ്, തുദ്കറു മിൻ കസ്റതി സ്വലാത്തിഹ വസിയാമിഹ വസദഖാതിഹ, ആ പെണ്ണ് ജനമധ്യത്തിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ ആ പെണ്ണിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്, പറയുന്നത് കുറേ ഇബാദാത്തുകളുള്ള പെണ്ണാണ്, കുറേ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, സദഖയുണ്ട്, അങ്ങനെ നല്ലൊരു ദീനിയായ പെണ്ണായിട്ട് അറിയപ്പെടുന്നവൾ. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ അവൾക്കൊരു സ്വഭാവമുണ്ട്, വലാകിന്നഹ തുഅദി ജീറാനഹ ബിലിസാനിഹ, തൻ്റെ നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കുന്നവളാണ് അവൾ. എന്താണ് മനസ്സിലാക്കേണ്ടാവല്ലോ, അയൽവാസിയെ നാവ് കൊണ്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം പറയാം. അയൽവാസി എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവും, വീട് അടുത്തടുത്ത വീടായിരിക്കും, അപ്പം അപ്പുറത്തെ വീട്ടിലെ രഹസ്യങ്ങൾ അറിയാൻ കഴിയും, അപ്പുറത്തെ വീട്ടിലെ ന്യൂനതകൾ അറിയാൻ കഴിയും. അപ്പം അത് മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കണം, രഹസ്യമാക്കി വെക്കേണ്ടത് രഹസ്യമാക്കി വെക്കണം. എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരുടെ ന്യൂനതകൾ പറഞ്ഞ് അവരുടെ രഹസ്യങ്ങൾ ചോർത്തി അത് ജനങ്ങൾക്കിടയിലൊക്കെ പാട്ടുപോലെ പറഞ്ഞ് നടന്ന് പ്രയാസപ്പെടുത്താൻ പാടില്ല അയൽവാസികൾ. മറ്റൊരാൾക്ക് സന്തോഷവും സമാധാനം ഉണ്ടാകുന്ന വാക്കുകൾ പറയണം. മറ്റുള്ള മുഅ്മിനീങ്ങൾ നമ്മുടെ നാവിൽ തൊട്ട് നിർഭയരാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു
മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരുടെ കൈകളിൽ നിന്നാണോ അവരുടെ നാവിൽ നിന്നാണോ മറ്റുള്ള മുഅ്മിനീങ്ങൾ നിർഭയരാകുന്നത്, ഓനാണ് യഥാർത്ഥ വിശ്വാസം, ഓനാണ് യഥാർത്ഥ മുഅ്മിൻ. ഒരാൾ നമ്മൾ പേടിക്കണം, അല്ല ഓൻ അറിഞ്ഞാൽ അത് പ്രശ്നം വഷളാവും. അവനക്ക് ഈ വിവരം കിട്ടിയാൽ പ്രശ്നം വഷളാവും. അങ്ങനെ ഒരാൾ നമ്മളെ പേടിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അൽ മുസ്ലിം, ഞങ്ങളെന്തല്ല യഥാർത്ഥ മുസ്ലിം. അതായത് മുസ്ലിമിൻ്റെ സ്വഭാവമല്ല. അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഹദീസുകളാണ് ഇതൊക്കെ. മറ്റുള്ളവർ നമ്മളെ കാണുമ്പം എൻ്റെ വിവരം, എൻ്റെ ഒരു രഹസ്യം ഓൻ അറിഞ്ഞിട്ടുണ്ട്, അത് ഓനാണ്, അതുകൊണ്ട് പേടിക്കേണ്ട, ഓൻ രഹസ്യം സൂക്ഷിക്കുന്നവൻ, ഓനൊരു മുഅ്മിനാണ്, ഓനെ കൊണ്ട് മറ്റുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല എന്നൊരാൾ നമ്മളെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈമാനിലാണ്, നമ്മൾ മുസ്ലിമാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹാബാക്കൾ പറഞ്ഞു, ഈ പെണ്ണിൻ്റെ സ്വഭാവം അതാണ്, നല്ല ഇബാദാത്തുകളൊക്കെ ഉണ്ട്, പക്ഷെ നാവിനെ സൂക്ഷിക്കുന്നില്ല. അയൽവാസികളൊക്കെ ഓളെ പേടിയാണ്, ഓളെ പ്രയാസം, ഓളെ വിവരം കിട്ടുന്നത് എല്ലാവർക്കും പേടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. സഹാബത്ത് വീണ്ടും പറഞ്ഞു, റസൂലെ, മദീനയിൽ വേറൊരു പെണ്ണുണ്ട്, തുദ്കറു മിൻ ഖില്ലത്തി സ്വലാത്തിഹാ വസിയാമിഹാ വസദഖാത്തിഹാ. ആ പെണ്ണിനെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പറയുന്നത് സാദാ സീത പെണ്ണാണ്, വലിയ അമലൊന്നുമില്ല, 5 വക്ത് നിസ്കാരമുണ്ട്, സക്കാത്തൊന്നും അധികം ഇല്ല, ഉണ്ടെങ്കിൽ അതുണ്ട്. അങ്ങനെ ഫർളായ അമലുകൾ മാത്രം ചെയ്ത് അങ്ങനെ തട്ടിമുട്ടി പോകുന്നൊരു പെണ്ണ്, വലിയ പറയത്തക്ക വലിയ വലിയ ഇബാദാത്തുകളൊന്നുമില്ല. പക്ഷെ വലാകിന്നഹ ലാ തുഅദി ജിറാനഹ ബിലിസാനിഹ, അവൾ നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കാത്തവളാണ്, വേദനിപ്പിക്കാത്തവളാണ്, നല്ല സ്വഭാവമുള്ളവളാണ്. മറ്റുള്ളവർ ഓളെ പേടിക്കേണ്ട ആവശ്യമില്ല, ഓളെ നാവിനെ ആരും പേടിക്കുന്നില്ല, മാന്യതയുള്ളതാണ്, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ്. അല്ലാഹുവിൻ്റെ റസൂല് ഇവിടെ ഒരാൾ സ്വർഗത്തിലാണെന്നും ഒരാൾ നരകത്തിലാണെന്നും പറഞ്ഞു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവിടെ നാവിനെ സൂക്ഷിക്കുന്നതിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അമലുകൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ സ്വഭാവം മോശമായ ഇതൊന്നും നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടില്ല. അത് സ്വഭാവം നന്നാക്കുക, നാവിനെ സൂക്ഷിക്കുക, ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്യുന്ന ഈ അമലുകൾ നാളെ ആഖിറത്തിൽ അതേപോലെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നന്മതിന്മകൾ എഴുതുന്ന രേഖയിൽ നന്മകൾ അധികമായിട്ട് എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. 1, രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. 2, ഇടപാടുകൾ നന്നാക്കുക. 3, നാവിനെ സംരക്ഷിക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും ഉടമസ്ഥാന റബ്ബ് വിട്ടെടുത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് നാളെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.